ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മുട്ട പൊരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, 2 സവാള, തേങ്ങ ചിരകിയത്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത സാധനത്തിൽ നിന്ന് കുറച്ചേ ചേർക്കുന്നുള്ളൂ. 3 മുട്ടയ്ക്ക് ആവശ്യമായ തേങ്ങ, അതിനുശേഷം ഞാൻ സവാള കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക് 2-3 പച്ചമുളക് അരിഞ്ഞതുണ്ട്. പിന്നീട് അതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ടേസ്റ്റാണ്. കാരണം നമ്മൾ വേറെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കുരുമുളക് പൊടിയും അതായത് പച്ചമുളകും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് എരിവുള്ളവർക്ക് എരിവ് ആവശ്യത്തിന് അതിലുണ്ട്. പിന്നീട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് നമുക്ക് ഒഴിവാക്കാം, കുരുമുളക് കുറച്ച് പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കറിയോ മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി ആഹാരം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് പൊരിച്ചത് എണ്ണ ചൂടാക്കി അതിലോട്ട് ഇട്ട് പൊരിച്ചപ്പോൾ അപ്പം തേങ്ങ ചേർക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ മുട്ടയ്ക്ക് നല്ല കട്ടി കിട്ടും, നല്ല കനക്കൂടുതൽ കിട്ടും. അതായത് നമുക്ക് ഇപ്പം 3 മുട്ടയുടെ ഒരു വലിപ്പമല്ല ഈ മുട്ട ഫ്രൈ ചെയ്തപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് നല്ല കട്ടിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള മുട്ട റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.